ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോയുമായിട്ടൊന്നുമല്ല, ഒരു ചെറിയ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ടാണ്. ഇപ്പോൾ കുറച്ച് പേര് എന്നോട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പേഴ്സണലായിട്ടും അതുപോലെ തന്നെ ലൈവിലൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഫോണിലൊന്ന് കാണിച്ചു തരാം. അപ്പം നമ്മുടെ വീഡിയോസ് നമുക്ക് ഇതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വാച്ച് അവർ കൂടും. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീഡിയോസ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് വാച്ച് അവർ അവർക്കും കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു യൂസ്ഫുൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അറിയാൻ പാടില്ലാത്തവർക്ക് ഇത് വളരെ ഉപകാരമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാനിത് മറ്റൊരു ഫോണിലാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് യൂട്യൂബ് എടുക്കണം. യൂട്യൂബ് ഓണായി വരുമ്പോഴത്തേക്കും നമ്മുടെ ചാനലിൻ്റെ ലോഗോ ഉണ്ടല്ലോ മേളിൽ, അത് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം യുവർ ചാനലിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതാ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇനി നമുക്ക് ലൈബ്രറിയാണ് ഓൺ ചെയ്യേണ്ടത്. അപ്പോൾ ലൈബ്രറി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ ഹിസ്റ്ററി, യുവർ വീഡിയോസ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് കാണാം. അപ്പം നമുക്ക് നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് അല്ലേ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ യുവർ വീഡിയോസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ കാണാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസിൻ്റെ സൈഡിൽ ഇതുപോലെ 3 ഡോട്ട് കാണാം. അപ്പം നമുക്ക് ആദ്യം ഒരു വീഡിയോയിൽ ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാ ഇതുപോലെ സേവ് ടു പ്ലേലിസ്റ്റ് എന്ന് നമുക്ക് വരും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതാ ന്യൂ പ്ലേലിസ്റ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ടൈറ്റിൽ അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അപ്പോൾ ടൈറ്റിൽ നമുക്ക് എന്താണോ കൊടുക്കേണ്ടത്, ഇപ്പോൾ 1 hour വീഡിയോ അല്ലെ 2 hour, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും അതിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 മണിക്കൂറാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 1 hour എന്ന് പറഞ്ഞ് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ഇനി അതെല്ലാം നമുക്ക് ഏതെങ്കിലും ക്യൂട്ടായിട്ടുള്ള പേരുകൾ വേണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, നമുക്ക് അറിയാൻ എളുപ്പത്തിന്. ഞാനിവിടെ 1 hour ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ ഒരു ക്രിയേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയി വന്നിട്ടുള്ളത് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കാണ് നമ്മുടെ വീഡിയോസ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ചാനലിലുള്ള ഹൈദരാബാദി ചിക്കൻ്റെയാണ് സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, സേവ് ദ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം 1 hourൽ ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാൻ അതിന് മുന്നേ ഒരു 1 hour ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലല്ല ഇപ്പം ചെയ്തതിലാണ്. എന്നിട്ട് ഡൺ കൊടുക്കുക. ഇപ്പോഴാണ് നമ്മുടെ വീഡിയോ അതിൽ സേവ് ആയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് 1 hour വീഡിയോ ചെയ്യാമല്ലോ. ഞാനിപ്പോൾ ഒരു 3-4 കാണിക്കുന്നുള്ളൂ. ഇനി അടുത്തത് ഞാൻ ട്രാവൽ ബ്ലോഗാണ് ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ സേവ് ചെയ്തിട്ട് 1 hourലേക്ക് ഡൺ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് ഞാൻ 1-2 വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഉപ്പുമാവിൻ്റെയാണ്. അതും ഇതുപോലെ സേവ് ദ പ്ലേലിസ്റ്റ്, അതിനുശേഷം 1 hour ക്ലിക്ക് ചെയ്യുക, പിന്നെ ഡൺ കൊടുക്കുക. അപ്പോൾ അങ്ങനെ 3 വീഡിയോയും പ്ലേലിസ്റ്റിലായിട്ടുണ്ട്. അടുത്തത് ഉണ്ണിയപ്പത്തിൻ്റെ, അതും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഡൺ കൊടുത്തു. ഇപ്പം നമ്മുടെ 4 വീഡിയോയും പ്ലേലിസ്റ്റിലായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക് അടിക്കുക. എല്ലാം ഇതുപോലെ തന്നെ ബാക്ക് അടിച്ചിട്ട് നമുക്ക് യൂട്യൂബിലോട്ട് പോവുക. അപ്പോൾ യൂട്യൂബിലായി. ഇനി നമുക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് 4 വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ യൂട്യൂബ് എടുത്തു, ലൈബ്രറി എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണ് 1 hour എന്ന് പറയുന്ന പ്ലേലിസ്റ്റ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ചെയ്ത വീഡിയോസ് 5 ഇതിൽ കിടപ്പുണ്ട്, കാണാമല്ലോ. ഇനി അവിടെ പ്ലേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പില്ല മേളിൽ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോസ് ഓരോന്നായിട്ട് പ്ലേ ആയി വരും. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫോണൊന്ന് ഓഫായി. ഓക്കെ. അപ്പോൾ ദാ മേളിൽ കാണുന്ന പ്ലേ എന്ന ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഓരോരോ വീഡിയോസും തനിയെ അങ്ങ് പ്ലേ ആയിക്കോളും. അപ്പോൾ ഈ യൂസ്ഫുൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോയുമായി വരാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ ബൈ.